ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ അർജുൻ്റെ അമ്മ ഭയങ്കരമായിട്ട് കരയുക. എനിക്ക് പറ്റുന്നില്ല മോളെ, അർജുൻ പോയതിന് ശേഷം ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ എങ്ങനെയൊക്കെയോ. പിന്നെ അവൻ ഇടയ്ക്ക് വഴിയിൽ വെച്ച് എന്നെയും അവൻ്റെ പെങ്ങന്മാരെയും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ അവൻ പോയതിന് ശേഷം ഞങ്ങൾ പട്ടിണിയാണ്, മുണ്ട് മുറുക്കി കൊടുത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മേഘന മോളെ പോലെ ഒരു മോളെ ഞങ്ങൾ എങ്ങനെ നോക്കും? മോളിപ്പോൾ പ്രഗ്നൻറ്റും കൂടിയാണ്. ആ സമയത്ത് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പോലും ഈ വീട്ടിലെ സൗകര്യങ്ങളോ ഒന്നുമില്ല മോളെ. ഞങ്ങളുടെ കയ്യിൽ കാശ് പോലും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എന്താ മോളെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടത് കല്യാണി കണ്ണുനീർ തുടച്ചു. അതിനുശേഷം പേടിക്കണ്ടമ്മേ, വിഷമിക്കേണ്ട, എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും മേഘനയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ അമ്മയ്ക്കും അച്ഛനും എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിക്കാം, ഉടനെ വിളിക്കാം. അമ്മ പേടിക്കൊന്നും വേണ്ട. എത്ര രൂപ വേണമെങ്കിലും ഞാൻ അമ്മയ്ക്ക് തരും. അമ്മ എൻ്റെ അമ്മയെ പോലെയാണ്. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മേഘനയോട് നമ്പർ മേടിച്ചോളാം. എന്താവശ്യം വേണ്ടെങ്കിലും എന്നെ അപ്പം അറിയിച്ചാൽ മതി, കേട്ടല്ലോ? ഒരു മടിയും കൂടാതെ എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് കല്യാണി തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് കാശെടുത്ത് ആ അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കല്യാണിയുടെ സംസാരവും ഒരു സ്നേഹമൊക്കെ കണ്ട് ആ അച്ഛൻ ഒന്ന് തിരിഞ്ഞു നോക്കുവാണ്. കണ്ടോ, ഇതാ ദേ ഈ നിൽക്കുന്നത് അർജുൻ മോൻ്റെ ഭാര്യ മേഘന മോള് എന്നും ആ അമ്മ പറയുവാണ്. അത് കേട്ടതും അർജുൻ എന്താ പറ്റിയേ? അർജുനെ എന്തിനാ അവർ കൊന്നത്? എന്തിനാ എൻ്റെ പൊന്നു മോനെ അവർ കൊന്നത് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും മേഘനയ്ക്ക് പറയാൻ വാക്കുകളില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മേഘന നിൽക്കുക. അപ്പോൾ കല്യാണി ആലോചിക്കുകയാണ് അന്ന് നടന്ന ആ സംഭവം. ആൽബിയേട്ടന് പകരം അർജുനെ വെട്ടി പരിക്കേൽപ്പിച്ച് അതിനുശേഷം ഹോസ്പിറ്റലിലായി. എന്നിട്ട് അവിടെ വെച്ച് അർജുൻ മരിച്ചു. ദൈവമേ, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവമാണല്ലോ ശിക്ഷ അനുഭവിച്ചത്. തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ പാവത്തിന് എന്തിനാ ഇങ്ങനൊരു വിധി കൊടുത്തത് എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് കല്യാണി കരയുവാണ്. ഈ സമയം മേഘനയോട് വീണ്ടും ചോദിക്കുക, എന്തിനാ എൻ്റെ മോനെ അവർ വെട്ടിയത്? എങ്ങനെയാണ് എൻ്റെ മോനെ കൊന്നത്? എന്തിനാ കൊന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടത് മേഘനയ്ക്ക് പറയാൻ പറ്റാതെ ഇങ്ങനെ കരയുക. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ആ പാവം മരിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ ഇനിയിപ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ പേടിക്കണ്ട, അവരെ നമുക്ക് നിയമത്തിന് മുൻപിൽ എത്തിക്കാം. എൻ്റെ മകനെ കൊന്നത് ആരാണെങ്കിലും അവരൊന്നും ഗതി പിടിക്കില്ല. അവർക്കൊന്നും ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ല. എന്നാലും അവർ ജീവിക്കും, എന്നിട്ട് നരകിച്ച് ചാകും എന്നും ആ അമ്മ പ്രാകുകയാണ്. എൻ്റെ പൊന്നുമോളെ, മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ തന്നെയാണല്ലോ അർജുൻ മോൻ ഇങ്ങനെ സംഭവിച്ചത്. ഏതൊരു പെൺകുട്ടിയും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഭർത്താവ് അടുത്ത് വേണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്ന സമയം എൻ്റെ മോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അർജുൻ മോനെ കൂടെ ഇല്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക. വിഷമിക്കണ്ടമ്മേ, അർജുൻ്റെ സ്നേഹം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാലും മേഘനയ്ക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും സ്നേഹവും ഞങ്ങൾ കൊടുക്കും, അമ്മ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനയെ വിളിക്കണം. ആ മേഘന, നമുക്ക് പോവാം, അവനൊക്കെ നരകിച്ച് ചാകത്തേ ഉള്ളൂ. എൻ്റെ അർജുൻ മോൻ്റെ ആത്മാവ് അവനെ ഒന്നും വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ആ അമ്മ ഭയങ്കരമായിട്ട് കരയുക. അപ്പോഴേക്കും മേഘനയും കൂട്ടി കല്യാണി കാറിൽ കയറി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ്. ശാരിയെ സരി ഫോൺ വിളിക്കുകയാണ്. എന്തായി അമ്മേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലതും അറിഞ്ഞോ? ഞാനേ അന്വേഷിച്ചുകൊണ്ടിരിക്കുക മോളെ. എൻ്റെ അന്വേഷണം തുടങ്ങി. ഇവിടെ രൂപ അഭിനയിക്കുകയാണോ, ഇല്ലെങ്കിൽ നമ്മുടെ രാഹുലേട്ടന് കൊടുത്ത വാക്ക് തെറ്റിച്ച് അവരോടൊപ്പം ജീവിക്കുകയാണോ എന്ന് എനിക്കറിയണം. അതറിയാതെ അമ്മ ഈ വീട്ടിൽ നിന്ന് വരുന്ന പ്രശ്നമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ നാണം കെടുത്തിയാലും ഞാനിവിടെ നിൽക്കും മോളെ, എന്നിട്ട് കണ്ടുപിടിക്കും. അതെ അമ്മേ, അതെന്തായാലും ചെയ്യണം. കണ്ടുപിടിച്ചിട്ട് അവസാനം ആൻറ്റി അങ്ങനെ നമ്മളെ ചതിക്കുകയാണെങ്കിൽ അവരെ വെറുതെ വിടരുതമ്മേ, ജീവനോടെ കത്തിക്കണം അവരെ. അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. അതേ മോളെ, നമ്മുടെ എൻ്റെ രാഹുലേട്ടനെ ഒരു കോമാളിയാക്കി അവൾ ഇവിടെ ചന്ദ്രസേനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിന് അവൾക്ക് ഞാനൊരു മറുപടി കൊടുത്തിരിക്കും എന്നും ശാരി. അപ്പോഴേക്കും സരയു, എന്നാൽ ശരിയമ്മേ, അമ്മ കാത്തിരിക്കണം, എന്താ അവിടെ നടക്കുന്നതെന്ന് കാതോർത്തിരിക്കണം. ശരി മോളെ, ഞാനതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്നെ ഇവിടെ വന്നതിന് ശേഷം രൂപ ഇറക്കി വിടാനൊക്കെ നോക്കി, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കോ? ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള വഴിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മേ സൂക്ഷിക്കണേ, ആ യാമിനി എന്ന് പറയുന്നവൾ അവിടെ ഉള്ളിടത്തോളം കാലം അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. അവളെന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വന്നാൽ അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ശരി ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം സരയ് ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക. എന്നാലും
ആൻറ്റി ഇത്രയ്ക്ക് ചതിയത്തിയായി പോയല്ലോ. എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ അച്ഛൻ ആൻറ്റിയെ കൂടെ നിർത്തിയത്. എന്നിട്ടും എൻ്റെ അച്ഛനെ ചതിക്കാൻ ആൻറ്റിക്ക് എങ്ങനെ തോന്നി? എൻ്റെ അച്ഛനെ പറഞ്ഞ് പറ്റിച്ച് അച്ഛനെ ഒരു കോമാളിയാക്കി ആൻറ്റി ആ ചന്ദ്രസേനൻ്റെ ഒപ്പം ജീവിക്കുവാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ, മോളു എന്താ ആലോചിക്കുന്നത്? ഞാൻ ആൻറ്റിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു മനുവേട്ടാ. അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ആ ചന്ദ്രസേനനും കിരണും കല്യാണിയൊക്കെ ആയിട്ട് ആൻറ്റി അടുത്ത് സ്നേഹമായി എന്നുള്ള കാര്യം കാണിക്കുന്നുണ്ടല്ലോ. അത് സത്യമാണോ നുണയാണോ എന്നറിയാൻ വേണ്ടിയാ അമ്മയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എൻ്റെ മോളെ അത് സത്യമാണ്. എന്താണെന്നറിയാമോ? 2-3 മാസം മുമ്പ് മോളുടെ ആൻറ്റി ഇവിടെ വരുമായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കായിരുന്നില്ലേ? ആ സമയത്ത് മോളുടെ ആൻറ്റി അവരുടെ മുറിയിൽ വെച്ച് ജനൽ തുറന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് സ്നേഹത്തോടെ കണ്ണീരൊഴുക്കി നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേട്ടതും സത്യമാണോ മനുവേട്ടാ? പിന്നെ സത്യമാണ്. പക്ഷെ അത് ഇപ്പോഴല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അന്ന് മുതലേ എനിക്ക് അവരൊരു സംശയം ഉണ്ടായിരുന്നു. അവർ ഈ സ്നേഹപ്രകടനം കാണിക്കുന്നതൊക്കെ അവർ ഈ ദേഷ്യം കാണിക്കുന്നതൊക്കെ വെറുതെയാണ്. അവരുടെ മനസ്സിൽ മക്കളോടും മരുമക്കളോടും ഭർത്താവിനോടും ഒക്കെ നല്ല സ്നേഹമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, അവരെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. ഇല്ല മനുവേട്ടാ, എനിക്കവരെ അങ്ങനെ വിശ്വാസമില്ല. പിന്നെ ഞാനേ എന്തുകൊണ്ടാണ് ഇത്രയും സഹിച്ച് ക്ഷമിച്ച് നിന്നതെന്നറിയാമോ? അവരുടെ സ്വത്തുക്കൾ അത് മുഴുവനും എൻ്റെ പേരിൽ എഴുതി തരാമെന്ന് പറഞ്ഞ് അവരെന്നെ പറ്റിച്ചു. അതിനുശേഷം അവരുടെ മോൾക്കും ആ മോളുടെ ഭർത്താവിനും എഴുതി കൊടുത്തു. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതാ. പാതി സ്വത്ത് അവർക്ക് പോയി, ബാക്കി പാതി ഉള്ളത് കല്യാണിക്കും കിരണിനും പോവും. അതെനിക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും എനിക്കിനി അവരോട് സ്നേഹവും സിമ്പതിയൊന്നുമില്ല. എന്തൊക്കെയായാലും അവരെ ഞാൻ തീർക്കും മനുവേട്ടാ. അതേ മോളെ, പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് മനുവേട്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ നാട് വിട്ട് അമേരിക്കയ്ക്ക് പോകാമെന്ന്. കാരണം എനിക്ക് വയ്യ നാണം കെടാൻ. എല്ലാവരുടെ മുൻപിൽ സന്തോഷത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ മനുവേട്ടാ. എല്ലാവരുടെ മുൻപിൽ ഞാൻ നാണം കെടുക. ആ കല്യാണിയും കിരണും ഒക്കെ എന്നെ ഒരുപാട് നാണം കെടുത്തുക. എനിക്കറിയാം മോളൂ, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഈ മനുവേട്ടൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മോള് വിഷമിക്കേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോവാം. എന്താ പോരെ? മതി മനുവേട്ടാ, മതി. എനിക്ക് ഇത്രയും കേട്ടാൽ മതി. എന്നാൽ പിന്നെ മനുവേട്ടൻ ഇവിടെ നിന്ന് ഇരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് സരി എഴുന്നേറ്റ് മുകളിലേക്ക് പോവുക. അപ്പോൾ മനോഹർ ആലോചിക്കുകയാണ്, പുതിയൊരു കിളി എൻ്റെ അടുത്തേക്ക് വേരുറപ്പിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ കൊമ്പിലേക്ക് ചായണം. അതുകൊണ്ട് ഇവിടം വിടണം. ഇവളുടെ അടുത്ത് നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങുന്നത് മറ്റേ പൈങ്കിളിയുടെ മുൻപിലായിരിക്കും. അതുകൊണ്ട് ഇവളോടുള്ള സ്നേഹവും ഇതൊക്കെ അങ്ങ് മറക്കണം. പിന്നെ ഇവളിവിടെ സ്ഥിരമായി ഇത്രയും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അമേരിക്കയും ന്യൂയോർക്കും പിന്നെ ലണ്ടനും അങ്ങനെ പല സ്ഥലങ്ങളും സ്വപ്നം കണ്ട് നടക്കട്ടെ. സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനല്ലേ അവളുടെ ആഗ്രഹം. സ്വപ്നത്തിൽ സ്വിറ്റ്സർലാൻഡ് വരെ അവൾ കണ്ടോളും. എന്തായാലും ഞാനിവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായി എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രസേനയും കിരണിനെയുമാണ്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും മേഘനയുടെ കാര്യം ഭയങ്കര സങ്കടമാണ് അല്ലേ അച്ഛാ? അതേ മോനെ, ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചത്. പാവം, ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരൻ പയ്യൻ ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ എന്തൊരു കഷ്ടമാണ്. ആൽബിമോന് വെച്ചൊക്കെ എണിയില്ല അവൻ പോയി വീണത്. പാവം, മേഘന പ്രഗ്നൻറ്റും കൂടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കാറ് വരിക. കാറിൽ നിന്ന് കല്യാണി ഇറങ്ങി. അതിനുശേഷം മേഘനയോട് ഇറങ്ങാൻ പറയുക. മേഘന ഇറങ്ങി. മേഘന അവിടെ ആകെ മടിച്ചു നിൽക്കുക. എന്തിനാ മടിക്കുന്നേ? സ്വന്തം വീടാന്ന് കരുതിയാൽ മതി, വാ അകത്തേക്ക് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കല്യാണി വരിക. അപ്പോൾ കിരണിൻ്റെ മുൻപിലും CS-ൻ്റെ മുൻപിലും മേഘന മടിച്ചു നിൽക്കുക. എന്തിനാ മടിച്ചു നിൽക്കുന്നേ? ഇത് മോളുടെ വീടാന്ന് കരുതിയാൽ മതി. കിരണേട്ട മേഘനയുടെ വീട്ടിൽ പോയി. മേഘനയുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടുകാർ മേഘനയെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അർജുൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരാൾക്ക് കൂടെ താമസിക്കാനുള്ള ഇടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മേഘനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അതിനെന്താ, മേഘന മോൾക്ക് നല്ലൊരു സ്ഥലം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാമല്ലോ. പിന്നെ ഇവൻ്റെ അമ്മയുടെ വീടും കാലിയായിട്ടിരിക്കുക. അവിടെ ഇവൻ്റെ അമ്മയും പിന്നെ ഒരു വേലക്കാരിയും മാത്രമേ ഉള്ളൂ, യാമിനി. അതുകൊണ്ട് അവിടെയും ആൾ കുറവായതുകൊണ്ട് മോൾക്ക് അവിടെ നിൽക്കാം, എവിടെ വേണമെങ്കിലും നിൽക്കാം. അതുകൊണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുവാണ് മേഘനയുടെ മുൻപിൽ. അപ്പോഴും മേഘനയ്ക്ക് പറയാൻ വാക്കുകളില്ല. എന്നാലും എൻ്റെ അർജുനേട്ടൻ പാവമായിരുന്നു. എന്തിനു വേണ്ടി എൻ്റെ അർജുനേട്ടനെ കൊന്നെന്ന് എനിക്കറിയില്ല. ആരോടും ഒരു വഴക്കിനും പോയിട്ടില്ല. ഇതുവരെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന്
ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറയുക. സാരമില്ല മേഘന, കരയാതെ വാ എന്നും പറഞ്ഞുകൊണ്ട് മേഘനയും വിളിച്ച് കല്യാണി അകത്തേക്ക് പോയി. ഈ സമയം എടാ മോനെ, ആ പാവപ്പെട്ട പയ്യൻ എന്തിനാ മരിച്ചതെന്ന് ഈ പെൺകുട്ടിക്ക് പോലും അറിയില്ല. എന്നാലും മക്കൾക്കൊരവസ്ഥ വരുമ്പോൾ അച്ഛനമ്മമാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. ഇവിടെ മേഘനയുടെ വീട്ടുകാർ മേഘനയെ തള്ളി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സങ്കടം. അച്ഛാ, എല്ലാ അച്ഛനമ്മമാരും ഒരുപോലെ ഇരിക്കില്ലല്ലോ. പ്രകാശനെ കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെ സംഭവം ഉണ്ടായിട്ടും കല്യാണിയെ സ്നേഹിക്കാനോ കല്യാണിയെ ഒന്ന് നോക്കാൻ പോലും അയാൾക്ക് മനസ്സില്ല. അങ്ങനെയുള്ള അച്ഛനമ്മമാരും ഈ ലോകത്തുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഇവർ മേഘനയുടെ വീട്ടുകാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അവരെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയവരെ അവർക്കെന്തിനാന്ന് അവർ ചിന്തിച്ച് കാണും. എന്നാലും ആ പെങ്കൊച്ച് പ്രഗ്നൻ്റ് അല്ലേടാ. സ്വന്തം അമ്മയും അച്ഛനും അങ്ങനെ അവർ പോലും തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. പാവം ആ പെങ്കൊച്ചിൻ്റെ സങ്കടം കണ്ടോ. എന്തിനു വേണ്ടി അവളുടെ ഭർത്താവിനെ കൊന്നെന്ന് അവൾക്കറിയില്ല. ഒരാളോടും വഴക്കിന് പോകാത്ത ആ ചെറുപ്പക്കാരന് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്നാലോചിക്കുമ്പോഴാണ് സങ്കടം. എല്ലാത്തിനും കാരണക്കാരൻ അവരാ. ആ രാഹുൽ, അവനൊരിക്കൽ എന്തായാലും തിരിച്ചടികൾ കിട്ടും. അവൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് CS ഇങ്ങനെ നിൽക്കുക. മോനെ, പരമാവധി ആ പെൺകുട്ടിക്ക് വേണ്ടതെല്ലാം മോനും കല്യാണിയും കൂടെ ചേർന്ന് ചെയ്തു കൊടുക്കണം. അറിയാലോ, നമുക്ക് കിട്ടേണ്ട പ്രശ്നം ആ പെൺകുട്ടി ഏറ്റെടുത്തത്. ആ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പം അനുഭവിക്കുന്നത്. ഇന്ന് ഇതേ സ്ഥാനത്ത് ആൽബിക്കായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മേഘനയുടെ സ്ഥാനത്ത് നിന്നായിരുന്നു നമ്മുടെ സോണി. അത് ശരിയാച്ചാ, പാവം, അതുകൊണ്ട് ഒരു കുറവുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുവാണ് CS. അപ്പോഴേക്കും നമ്മുടെ CS-നോട് കിരൺ, അച്ഛാ ദേ അപ്പുറത്ത് നിൽക്കുന്ന ആ പിശാജ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അച്ഛനൊന്ന് അങ്ങോട്ട് ചെല്ലുന്നത് നന്നായിരിക്കും. അത് ശരിയാ, എന്നാൽ ഞാൻ അങ്ങോട്ട് പോവുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് CS നേരെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതും കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്ന രൂപ CS-നെ നോക്കി ചിരിക്കുക. അപ്പോൾ CS-ഉം ചിരിച്ചപ്പോഴേക്കും പുറകിൽ വരുന്ന ഒരു രാക്ഷസിയെ കണ്ടതും CS-ൻ്റെ മുഖം അങ്ങ് മാറി. അപ്പോൾ രൂപ തിരിഞ്ഞു നോക്കിയപ്പോൾ ശാരി, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നും ശാരിയോട് ചോദിക്കണം. ഞാനുണ്ടായിരുന്നു. അല്ല, എൻ്റെ രൂപ ഞങ്ങളൊക്കെ ആയിട്ട് ഒന്നിച്ചു എന്നറിഞ്ഞപ്പോൾ അമ്മയും മോളും കൂടെ ഭയങ്കര പ്രതിഷേധത്തിലായിരുന്നു എന്നൊക്കെ കേട്ടു. പിന്നെ എന്താ പെട്ടെന്നൊരു മാറ്റം? അതുമല്ല, ഞങ്ങളോടത്തേക്ക് ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്. അങ്ങനെയൊന്നുമില്ല സാറേ. എന്തൊക്കെയായാലും നമ്മൾ ബന്ധുക്കളല്ലേ, എത്ര നാളെന്ന് വെച്ച് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റും? രൂപയുടെ ഭർത്താവും മക്കളുമായിട്ട് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. രൂപയുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതം പോലെ സന്തോഷം വേണമെന്ന് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും രൂപ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല സാറേ. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ എൻ്റെ മക്കളും മരുമക്കളും എൻ്റെ ഭർത്താവും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അങ്ങ് പോയിക്കോളാം. പിന്നെ എൻ്റെ ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും എന്തെങ്കിലും വിഷമിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ രൂപേ. അങ്ങനെ പറയണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചതാ. എന്തായാലും അധികം വൈകാതെ തന്നെ പോയിക്കോളൂ ഇവിടുന്ന്. മനസ്സിലായല്ലോ? അല്ല, ഞാൻ 2-3 ദിവസം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാ. വേണ്ട, നിപ്പ് വേണ്ട. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് പോവുക. ശരി ചന്ദ്രസേനൻ സാറേ എന്നും ശാരി പറയുക. അങ്ങനെ, അതെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ഞങ്ങൾക്ക് കുറച്ച് നേരം സംസാരിക്കാനുണ്ട്, താൻ പാടോ എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് CS മുകളിലേക്ക് പോവുക. ഈ സ്നേഹം ആത്മാർത്ഥമാണോ ഇല്ലെങ്കിൽ അഭിനയമാണോ എന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാനിവിടുന്ന് പോകുള്ളടോ എന്നും പറഞ്ഞ് ശാരി അവിടെ ഇരിക്കുകയാണ്. ഈ സമയം മുകളിലെത്തിയ രൂപയും CS-ഉം കഥ കടച്ച് കുറ്റിയിട്ടു. എന്തിനുള്ള പരിപാടി അത്? ആ പെണ്ണുപിള്ള എന്തിനാ ഇങ്ങോട്ട് വന്നതടോ? എനിക്കറിയില്ല ചന്ദ്രേട്ടാ. ഇവിടെ വന്നിരുന്ന് കുറേ നേരം ഞാൻ അപമാനിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാ, പോകണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. നാണക്കേടെന്ന് പറയുന്നൊരു സാധനം ഇല്ല, നാണോമാനം എന്ന് പറയുന്നൊരു സാധനം ഇല്ലല്ലോ. അതുണ്ടെങ്കിലല്ലേ ഇറങ്ങിപ്പോകും. പിന്നെ ഞാൻ കിരണിനെയും കല്യാണിയെയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിടാം. ആ സമയത്ത് താൻ അവരുടെ മുൻപിലിട്ട് മനഃപൂർവ്വം അപമാനിക്കണം. പറയാവുന്നത് മുഴുവനും പറയണം. അങ്ങനെയെങ്കിലും നാണം കെട്ട് ഇറങ്ങിപ്പോട്ടെ. പോകില്ല ചന്ദ്രേട്ടാ. എൻ്റെ ആങ്ങള രാഹുലിനേലും വിഷുവാണ് അവൻ്റെ ഭാര്യ ഈ ശാരി എന്ന് പറയുന്നവൾ. പിന്നെ അതിനേക്കാളും വിഷുവാണ് സരയു എന്ന് പറയുന്നവൾ. എന്തായാലും നമ്മുടെ സ്നേഹമൊക്കെ എങ്ങനെയുള്ള സ്നേഹമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നായിരിക്കും. അവൾ അങ്ങനെ കണ്ടുപിടിച്ച അവളെ വീഴ്ത്താനുള്ള ചീട്ടും നമ്മുടെ കയ്യിലുണ്ടല്ലോ രൂപേ. അതേത് ചന്ദ്രേട്ടാ? അതെന്ത്? താര എന്ന് പറയുന്നവളുടെ മകളാണ് സരയു എന്നുള്ള സത്യം നമ്മൾ അവളോട് തുറന്നു പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും അവൾ നമ്മുടെ മുൻപിലോട്ട് വരില്ല.
എല്ലാവരും കൂടി അവളെ ചതിച്ചു എന്നുള്ള പേരിൽ അവൾ സ്വന്തം മോളെ പോലും തിരിഞ്ഞു നോക്കില്ല. താരയുടെ മകളെയും കൊണ്ട് നടക്കുന്നവളെ നമ്മൾ തകർക്കും രൂപേ. ആദ്യം അവരെന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാൻ ചന്ദ്രേട്ടാ, അതിനുശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ കുടുംബം കുളം തോണ്ടാനാണ് അവൾ വന്നിരിക്കുന്നതെങ്കിൽ അവളുടെ ജീവിതം കുളം തോണ്ടിയിട്ട് നമ്മൾ വിടൂ എന്നും പറഞ്ഞ് രൂപയും CS ഇങ്ങനെ കടുത്ത തീരുമാനം എടുത്തിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ്. എന്നാലും അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ ഇല്ലെങ്കിൽ അഭിനയമാണോ? രൂപയുടെ പോക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ രൂപ അങ്ങനെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ രൂപ അങ്ങനെ പോകില്ലല്ലോ. അപ്പോഴേക്ക് യാമിനി, അതെ നീ എന്താ ആലോചിക്കുന്നേ? നീ എന്താടി വിളിച്ചേ? എന്നെ നീന്നോ? നിനക്ക് എന്നെ നീന്നും വാന്നും പോകുന്നൊക്കെ വിളിക്കാമെങ്കിൽ എനിക്കും തിരിച്ച് വിളിക്കാം. മര്യാദയ്ക്ക് സംസാരിക്കണം. അങ്ങനെ മര്യാദ വേണമെങ്കിലേ സ്വന്തം വീട്ടിൽ പോ, ഇവിടെ അത് കിട്ടില്ല. എന്തായാലും എൻ്റെ ചന്ദ്രസേനൻ സാറും രൂപ മേഡവും അവിടെ സ്നേഹിക്കുക. പിന്നെ നിനക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലടി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എന്തായാലും ഇവിടെ നടക്കും, ഇനി പലതും നടക്കും. അതൊക്കെ നീ കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. പക്ഷെ നീ എന്നെ നീന്ന് വിളിച്ചത് ഞാൻ രൂപയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ, പറഞ്ഞു കൊടുത്തേക്കല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുത്താലേ മേഡം എനിക്ക് കൈ തരും. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നാ പറഞ്ഞു കൊടുക്കടി, നീ നോക്കിക്കോ, ഇവിടെ പലതും നടക്കും. അതെ, ഇവിടെ പലതും നടക്കും. പക്ഷേ നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലാണ്. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ജയിലിൽ പോകും. അത് കേട്ടതും ശാരി ഞെട്ടലോടുകൂടെ നോക്കുവാണ് യാമിനിയെ. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്? അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.